നമസ്കാരം, ചലച്ചിത്രത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഹൈക്കോർട്ടിന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, ഇതിന്റെ സിലബസ് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ സിലബസ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, മാത്രമല്ല ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടിയാണ് പറയുന്നത്. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ നോട്ടിഫിക്കേഷൻ മൊത്തമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ PDF മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക, എങ്ങനെയാണ് ഇതിന്റെ നടപടികൾ എന്നൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ PSC പോലെ അല്ല, അല്ലാണ്ട് നമ്മൾ ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ. ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷെ അത്രയും നല്ലൊരു ജോബ് പ്രൊഫൈലാണ് ഇതിന്റെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ അത് ഒരു 500 രൂപയാണ് ഫീസ്. അപ്പൊ 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. നല്ല ജോബ് പ്രൊഫൈലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ കയറി തന്നെ നമുക്ക് സ്വന്തമായിട്ട് ലാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യേണ്ടി വരും, നമ്മുടെ ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ പേയ്മെന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പേയ്മെന്റ് ഓഫ്ലൈനും ചെയ്യാം, ഓൺലൈനും ചെയ്യാം. ഏത് സൈറ്റ് ആണെന്ന് ചോദിച്ചാല് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. HCCKRE റിക്രൂട്ട്മെന്റ് കേരള കോഴ്സ്.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്നാണ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നാണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കേ, 27 തൊട്ട് 63 വരെ, 27,900 തൊട്ട് 63,700 വരെയാണ് ഇതിന്റെ ബേസിക്സ് പേ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇതും നിങ്ങൾ ആലോചിക്കുക, നല്ല സാലറിയാണ്. പിന്നെ ഇത് കണ്ടിട്ടായിരിക്കും കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ വരുന്നുള്ളത്. വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി, ഇത് NCA ആണ് കേട്ടോ. അപ്പം ആരെങ്കിലും പോയത് കൊണ്ടായിരിക്കും ഒരു മുസ്ലിമിന്റെ ഒരു വേക്കൻസിയേ ഉള്ളൂ. അല്ലാത്ത ഇൻക്ലൂഡിംഗ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി 11 ആണ്. അപ്പൊ അത് ചിലപ്പോ കൂടാൻ സാധ്യതയുണ്ട്. കൂടാനെന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും കൂടത്തില്ല, ഒരു 2-3 വേക്കൻസികളെ കൂടാനേ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൂടിയെന്നിരിക്കാം. അല്ലാണ്ട് കൂടുമെന്ന് പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് ഓഫ് ആൾക്കാരെയൊന്നും അവരെ എടുക്കത്തില്ല. അപ്പൊ എന്താണ്, ജോബും വലിയ പ്രശ്നമുള്ള വലിയ ജോലിഭാരം കൂടുതലുള്ളതല്ല കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന് ബാക്കി കാര്യങ്ങൾ നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. പിന്നെ നമ്മുടെ എന്താണ് ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1988 തൊട്ട് 2006 ജനിച്ച അവർക്ക് വരെ 1988, 2/1/1988. പിന്നെ നമുക്ക് എന്താണ് ഷെഡ്യൂൾഡ് SC ST കാർക്കാണെങ്കിൽ 1983 വരെ ഉള്ളവർക്ക് 83 ജനിച്ചവർക്ക് തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ ബാക്ക്വേർഡ് OBC കാർക്കാണെങ്കിൽ 85 വരെ. ഓക്കെ. അപ്പൊ അത് PSC പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി എന്താണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ 88 മുതൽ 2006 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 88 മറ്റേതാണെങ്കിൽ 83. OBC ആണെങ്കിൽ എത്രയാണ്, 1985 ജനിച്ചവർക്ക് തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ ചില ഏജ് റിലാക്സേഷൻ, എക്സ് സർവീസ് മാൻ, അങ്ങനെയൊക്കെ കുറച്ച് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ എന്താ ക്വാളിഫിക്കേഷൻ, അതാണ് മെയിൻ. ക്വാളിഫിക്കേഷൻ +2 ഇക്വലന്റ് വേണം. ഓക്കെ. അല്ലാണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഇംഗ്ലീഷിൽ തന്നെ വേണം. പിന്നെന്താണ്, ഹയർ തന്നെ വേണം. അതിന്റെ KGTE ടൈപ്പ് റൈറ്റിംഗ് നിർബന്ധമാണ്, അത് വേണം. ഡിസൈറബിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്, അതായത് തത്തുല്യമായിട്ട് കൊടുത്തേക്കുന്നത് കമ്പ്യൂട്ടർ ആൻഡ് വേർഡ് പ്രോസസിംഗ് ഓർ ഇക്വലന്റ് ആണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇക്വലന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ +2 ഇക്വലന്റ് വേണം, അല്ലെങ്കിൽ KGTE അത് ഹയർ തന്നെ വേണം. ശ്രദ്ധിക്കുക, ടൈപ്പ് റൈറ്റിംഗിൽ അത് ഇംഗ്ലീഷ് തന്നെ വേണം കേട്ടോ. KGTE ടൈപ്പ് റൈറ്റിംഗ് വേണം, ഹയർ ആയിരിക്കണം, ഇംഗ്ലീഷ് ആയിരിക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അടുത്ത മോഡ് ഓഫ് സെലക്ഷൻ, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാല് ഒരു 75 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ്. OMR ഷീറ്റ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. പിന്നെ അതിൽ വരുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി 50 മാർക്കിനും ഒരു GK കറണ്ട് അഫയേഴ്സ് രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ട് 30 മാർക്സും, പിന്നെ വരുന്നത് ഇംഗ്ലീഷ് മാർക്ക്. അപ്പൊ ഇത് നമ്മൾ സിലബസിന്റെ കാര്യം പറയുവാണെങ്കിൽ കമ്പ്യൂട്ടർ വരും കേട്ടോ. കമ്പ്യൂട്ടർ വരും, അതാണ് എത്ര 50 മാർക്സിന് കമ്പ്യൂട്ടർ വരും. കൂടാതെ എന്ത് വരും, GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. GK പ്ലസ് കറണ്ട് അഫയേഴ്സ് വരും. ഇംഗ്ലീഷ് വരും, മലയാളം ഇല്ല കേട്ടോ, ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് വരും. ഇംഗ്ലീഷ് എത്രയാണ്, 20 മാർക്സിനാണ്. GK പ്ലസ് CA എത്ര മാർക്കിനാണ്, 30 ആണ്. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി എത്രയാണ്, 50 ആണ്.
ഇതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ PSC ഒക്കെ പറയുന്നത് പോലെ ഇപ്പൊ PSC ഒരു സിലബസ് എടുക്കുവാണെങ്കിൽ ഇന്നത്, ഇപ്പൊ ജിയോഗ്രഫി ആണെങ്കിൽ അതിന്റെ ഭൂമിശാസ്ത്രം ഇന്നത് പഠിക്കണം എന്ന് വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ടാവും. ഇതിനൊരു സിലബസ് ഉണ്ടാവില്ല. കാരണം അല്ലാതെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. സിലബസ് മീൻസ് ഉണ്ടെന്ന് വെച്ചാൽ സിലബസ് ഇല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്പെസിഫൈ ആയിട്ട്, അതായത് PSCയുടെ സിലബസ് പോലെ ഇങ്ങനെ ഇന്നതെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. GK ആൻഡ് CA അതും ഈ ഒരു ക്വാളിഫിക്കേഷൻ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചോദിക്കാവുന്ന ഏത് ക്വസ്റ്റ്യൻസ് വേണോ അവർ ചോദിക്കാം. അങ്ങനെയാണ് അതിന്റെ ഒരു സിലബസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് അതെങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. ഒരു 15th തൊട്ട്, ഇന്ന് 12 ആണ്, 15 തൊട്ട് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ സിലബസും എങ്ങനെയാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട് അതിൽ നിങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഇതിന്റെ സിലബസ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാം ചോദിക്കും. ഒരു +2 ഇക്വലന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചോദിക്കാൻ പറ്റുന്ന എല്ലാം ചോദിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷനിൽ എല്ലാം ചോദിക്കാൻ പറ്റും. 50 മാർക്ക് ഇപ്പൊ എന്താ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെന്താണ് സൈബർ ലോ വരും, പിന്നെന്താണ് ഈ സാധാരണ അതിന് കമ്പ്യൂട്ടറിന്റെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് വരും കേട്ടോ. ബേസിക് കമ്പ്യൂട്ടർ നോളജ്, പിന്നെ വേർഡ് വരും, എക്സല്, പവർ പോയിന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സൈബർ ക്രൈമിനെ പറ്റി ചോദിക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കറണ്ട് അഫയേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. വ്യക്തമായിട്ടൊരു സിലബസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. മൊത്തത്തിൽ കമ്പ്യൂട്ടർ 50 ഉണ്ട്. അപ്പം ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും അവർ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ പറഞ്ഞത്. അപ്പൊ പ്രീവിയസ് ഇയർ അപ്പൊ ഏത് ലെവലിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൂടെ നമുക്ക് GK കറണ്ട് അഫയേഴ്സ് എന്താണ് 30 മാർക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നമുക്ക് PSCയിൽ ജിയോഗ്രഫി ഒക്കെ ഇത്രയാണെന്ന് ഏതൊക്കെയാണ്, ഇപ്പം ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്നത് പഠിക്കണം, നദികൾ, അങ്ങനെ ഉണ്ട്. ഇതിൽ അങ്ങനെ വന്നിട്ടില്ല. GK + CA 30 മാർക്ക്. അപ്പൊ അത് എവിടുന്ന് വേണോ ചോദിക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മുടെ PSCയുടെ അതേ സിലബസ് ആയിരിക്കും. ഇംഗ്ലീഷ് എങ്ങനെയാണോ PSCക്ക് പഠിക്കുന്നത്, വൊക്കാബുലറി, ഗ്രാമർ, ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഗ്രാമർ ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പഠിക്കേണ്ടത്. പിന്നെ വരുമ്പോ GKയിൽ വരുമ്പോ നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. ഇപ്പൊ എന്തായാലും അതൊരു എന്താണ് ഹൈക്കോർട്ടിന്റെ ആണല്ലോ. അപ്പൊ അതിൽ കൂടുതൽ കോടതിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഹിസ്റ്ററി പഠിക്കുക, ജിയോഗ്രഫി പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടുതൽ എന്താണ് ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഭേദഗതികൾ, ഭരണഘടന, ഇത് അങ്ങനെയാണല്ലോ. കേരള ഹൈക്കോർട്ട് ആയതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ളവർക്ക്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അൺഎംപ്ലോയ്ഡ്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് എന്ത് വേണ്ട, പേയ്മെന്റ് ഫ്രീ ആണ് കേട്ടോ. നമുക്കിത് ഓഫ്ലൈൻ ആയിട്ടും അയക്കാം, ഓൺലൈനായിട്ട് അയക്കാം. നമ്മൾ അയച്ചുകൊണ്ടിരിക്കും, അതായത് വെബ്സൈറ്റിൽ കയറി അയക്കുമ്പോൾ നമുക്ക് അല്ലാണ്ട് എന്താണ് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടല്ലോ, ഡെബിറ്റ് കാർഡ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെല്ലാനെടുത്ത് ട്രഷറിയിൽ പോയി അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ എന്താണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ചില ഇവരുടെ ഈ ക്വാളിഫിക്കേഷനിൽ KGTയുടെ അതുണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഫോട്ടോയ്ക്ക് അവരൊരു പ്രത്യേകിച്ചുള്ള അതിന്റെ ഒരു സൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് പുറത്തു പോയിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വലിയ പാടുള്ള പണിയൊന്നും അല്ല. അത് അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പുറത്തു കൊടുത്തും അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോട്ടോ റീസൈസറിലൊക്കെ ഗൂഗിളിൽ കയറിയിട്ട് റീസൈസ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ ടഫുള്ള പരിപാടിയൊന്നും അല്ല. അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ടൈപ്പിംഗ് സിസ്റ്റം എവിടെയായിരിക്കും? എറണാകുളത്തായിരിക്കും സ്വാഭാവികമായിട്ടും. അത് ഹൈക്കോർട്ട് എറണാകുളത്തിന്റെ റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് വിൽ ബി ഹെൽഡ് അറ്റ് എറണാകുളം ആണ് കേട്ടോ. ബാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് കമന്റ്മെന്റ് ഓഫ് ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 9-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ, അതായത് അടുത്ത മാസം 2025 ജനുവരിയിൽ 6-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. 9-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഫീസ് അടയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ചെല്ലാനെടുത്ത് ഓഫ്ലൈൻ ആയിട്ട് അടയ്ക്കണവർക്ക് ആണെങ്കിൽ 15 വരെ ഉണ്ട്. അല്ലാതെ ഓൺലൈനായിട്ട് അടയ്ക്കുന്നവർക്ക് 9-ാം തീയതി തൊട്ട് അടയ്ക്കാം. എന്ന് വരെ അടയ്ക്കാം, 15 വരെ അടയ്ക്കാം കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യുന്നത് 9 അടുത്ത ഡേറ്റ്സ് ആണ് എന്നൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് 9-ാം തീയതി തൊട്ട് ഡിസംബർ 9 തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. എന്ന് വരെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ 6/1 അതായത് അടുത്ത മാസം 2025 ജനുവരി 6-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ ഫീയും അങ്ങനെ തന്നെയാണ്. ഫീ ഓഫ്ലൈൻ ആയിട്ടുള്ള ആണെങ്കിൽ ഫീ എന്ന് തൊട്ട് 9-ാം തീയതി തൊട്ട് അടയ്ക്കാം. ഫീ എന്ന് വരെ അടയ്ക്കാന്ന് വെച്ചാൽ 15 വരെ അടയ്ക്കാം. അതായത് ഓഫ്ലൈൻ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ ചെല്ലാനൊക്കെ എടുത്തിട്ടാണല്ലോ അടയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 15 വരെ ഉണ്ട്. അല്ലാത്ത ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത് 6-ാം തീയതി തന്നെയാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ ഇത് വീണ്ടും എന്താ അതിന്റെ ഒരു സെലക്ഷൻ സ്കീമിനെ പറ്റിയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എന്താ ബേസിസ് ഓഫ് റിട്ടൺ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റിന്റെയും ബേസിസിലായിരിക്കും അവർ എടുക്കുക. അത് മാത്രമല്ല എന്താണ് 75 മിനിറ്റ് ആയിരിക്കും 2 സെക്ഷനും കൂടെ. എത്ര മാർക്കാണെന്ന് വെച്ചാൽ 100 മാർക്കാണ്. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് തന്നെയാണ്. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 50 മാർക്ക്, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും കൂടെ 30 മാർക്കായിരിക്കും. ഇംഗ്ലീഷ് എത്രയായിരിക്കും? 20 മാർക്കായിരിക്കും. എന്താണ് 1 മാർക്കാണ് ഒരു ചോദ്യത്തിന് ഉത്തരം. ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ 1/4 ആയിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ സിലബസിനെ പറ്റി ഇതിനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ബാച്ച് 15-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ കോഴ്സ് എടുത്ത് അത് പഠിച്ചു തുടങ്ങുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. അപ്പൊ സിലബസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാവരും അപ്ലൈ ചെയ്യുക. ഫീസ് ഉണ്ട് എന്ന് വിചാരിച്ചത് അപ്ലൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഫീസ് ഉണ്ട് അല്ലെങ്കിൽ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞാൽ കുറേ പേര് അപ്ലൈ ചെയ്യില്ല. പക്ഷെ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക്, ഈ പറഞ്ഞ KGTയുടെ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നല്ലൊരു ജോബാണ്. ഞാൻ അതിന്റെ സാലറി സ്കെയിൽ പേ, ബേസിക് പേ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ.